ഇന്ന് 2 ഫേൺ വെറൈറ്റീസ് പ്ലാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഫേൺ ട്രീയും ഗോൾഡൻ ഫേൺ വെറിഗേറ്റഡും ആണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഈ 3 പോട്ടുകളാണ് ഞാൻ ഫേൺ നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പോട്ടിംഗ് മിക്സ്ചർ ഇടുമ്പോൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോൾസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ അതിൽ വെക്കുന്നുണ്ട്. ഇതിന് പകരം ചെറിയ ഓടിൻ്റെ പീസുകളൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. പോട്ടിംഗ് മിക്സ്ചറായിട്ട് ഗാർഡൻ സോയിലും ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നത്. ഫേണുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും വെറ്റായിട്ടുള്ള ഏരിയയിലാണ് വളരുക. ഈ പോട്ടിംഗ് മിക്സ്ചറിൽ 85% എബവ് നമ്മൾ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഗാർഡൻ സോയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ചകിരിച്ചോറ് എപ്പോഴും നനവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോട്ടിംഗ് മിക്സ്ചറാണ്. പലപ്പോഴും ചകിരിച്ചോറ് മാത്രം വെച്ചിട്ടും ഫേണിനെ വളർത്തിയെടുക്കാറുണ്ട്. ഇതിൽ കുറച്ച് പെർലൈറ്റും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ചെടികൾ എപ്പോഴും ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും എയറേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പെർലൈറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പോട്ടിലും ഗാർഡൻ സോയിലും അതുപോലെ ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഓരോ ഫേണിനെയും നമ്മൾ പ്ലാന്റ് ചെയ്തു. അതിനുശേഷം ഈ ചട്ടികളെല്ലാം നമ്മളൊരു ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വെച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഫേൺ ട്രീ പ്ലാന്റ്. ഒരു ട്രീ ലൈക്ക് അപ്പിയറൻസ് ആയതുകൊണ്ടാണ് അതിനെ ഫേൺ ട്രീ എന്ന് തന്നെ വിളിക്കുന്നത്. സയാത്തിയൽസ് എന്നാണ് ട്രീ ഫേണിന്റെ സയന്റിഫിക് നെയിം. ഏതൊരു പ്ലാന്റ് ആയാലും ആ പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമുക്ക് പോട്ടിന്റെ വലിപ്പവും കൂട്ടിക്കൊടുക്കാം. നെഫ്രോലെപ്പിസ് എക്സാൽറ്റാറ്റ ഓറിയ എന്നാണ് ഗോൾഡൻ ഫേണിന്റെ സയന്റിഫിക് നെയിം. നല്ല ലഷായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇൻഡോറിൽ വെക്കാനും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാനൊക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഈ ഫേൺ പ്ലാന്റിന്റെ ഇടയിൽ നിന്ന് പുതിയ സ്പോറുകൾ വരും. അങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. ഫേൺസിന് അധികം ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആവശ്യമില്ല. 6 മാസം കൂടുമ്പോഴൊക്കെ കമ്പോസ്റ്റ് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കരിയിലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. എന്നാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട്. എന്നാൽ എപ്പോഴും ഒരു നനവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ